പിന്നീട് ഈ പെൺകുട്ടി കോമയിൽ കിടക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചിരിക്കുക. ഇവനാണെങ്കിൽ കുറേ സ്വത്തും കാശും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് താൻ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരികയില്ല എന്നാലോചിച്ചാണ് അവൾ അവനെ കല്യാണം കഴിക്കുന്നത്. ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അമ്മ ഇവളുടെ അടുത്ത് വന്നിട്ട്, നീ ഏതായാലും ഇവനെ കല്യാണം കഴിച്ചത് കുറേ സ്വത്തിനും കാശിനും വേണ്ടിയൊക്കെയല്ലേ, ഇപ്പം ഏകദേശം 1 വർഷം ആകാറായില്ലേ, അതുകൊണ്ട് ഇവനെ ഡൈവോഴ്സ് ചെയ്തേനെന്നൊക്കെ പറയുക. എന്നാൽ അവൾ എന്ത് ചെയ്യില്ല, അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവൾ അവനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഇവൻ്റെ കൂടെ നിൽക്കുമെന്ന് വാശി പിടിച്ച് അമ്മയോട് പൊക്കോളാൻ പറയുക. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുക. ആ മീറ്റിങ്ങിലാണെങ്കിൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇവളാണ് അവന് പകരം ഇവിടെ പങ്കെടുക്കാൻ എത്തുന്നത്. ഇവളെ കണ്ടവണ്ണി എല്ലാവരും കോമയിൽ കിടക്കുന്നവനും ഭാര്യയോ കല്യാണമോ എന്നൊക്കെ ചോദിച്ച് ഇവളെ കളിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് അവൻ അവരുടെ പുറകിൽ വന്ന് നിൽക്കുന്നതും. കോമയിൽ കിടന്നവനെങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എത്തി എന്ന് നോക്കിയാൽ ഇവർ സത്യം പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് കൂട്ടുകാരെ പോലെ നടിച്ച് ഇവരെ ചതിക്കുകയായിരുന്നു. അവൻ എന്ത് ചെയ്താലും അത് ലോസിൽ തന്നെ പോയി അവസാനിക്കാൻ തുടങ്ങി. തൻ്റെ കൂട്ടത്തിലുള്ള ആരാണ് തന്നെ ചതിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ 1 വർഷത്തേക്ക് കോമയിൽ കിടക്കുന്ന പോലെ അഭിനയിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ അവസാനം അവൻ നല്ലൊരു ഭാര്യയെയും കൂടെ നിന്ന് ചതിച്ചവരെ കണ്ടെത്താനും സാധിക്കുന്നു.